ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇന്നാണ് തരുൺ മൂർത്തിയുടെയും ടൊവിനോ തോമസിൻ്റെയും പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൊവിനോയുടെ കൂടെ അതിൻ്റെ ഇപ്പോൾ നരിമാൻ നരിവേട്ട ഞാൻ കൊളവാക്കല്ലേ ഈശ്വര. നരിവേട്ടയിലെ ഡയറക്ടറൂടെ ചിലപ്പോൾ കാണും, പുള്ളിക്കൂടെ പോഡ്കാസ്റ്റിൽ വന്നാൽ ഞാൻ പറഞ്ഞു ദ മോർ ദ മെരിയർ. രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൈബ് കിട്ടുമല്ലോ. ടൊവിയുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. എന്തായാലും ഏഞ്ചൽ എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഗൈസ്, അന്ന് മറ്റേ കംപ്രസർ തകരാറായ എൻ്റെ വണ്ടിയെ നമ്മൾ ഇന്നലെ സർവീസ് സെൻറ്ററിൽ കയറ്റി. കാരണം പാർട്ട് വരണമായിരുന്നു കംപ്രസർ. അപ്പോൾ ഇന്ന് അത് ശരിയായിട്ട് നമ്മുടെ അങ്ങോട്ട് സന്ദീപ് എടുത്തുകൊണ്ടിരുമോ നാട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ അതുകൊണ്ട് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഗൈസ്. ബെനി ചേട്ടാ പോയിട്ട് വരട്ടെ. ഞാൻ പോയിട്ട് വാ. നിങ്ങളുടെ പുതിയ സംരംഭം അടിപൊളിയായിട്ടാണ് ജനങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു ബെനി ചേട്ടാ. കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെടി എടുക്കുന്നില്ല. അടുത്ത വരവിന് ചെടി എടുക്കാം. ബെനി ചേട്ടാ, നമ്മൾ ഏത് ചെടി കൊണ്ടുപോയാലും അവളുടെ ഇല്ലാതെ എല്ലാം ഉണ്ട്. നമുക്കത് മാറ്റി കുറിക്കണം. ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത ചെടികൾ കൊണ്ട് ഇറക്കണം. ഒരു ദിവസം ഇവിടെ വരണം. അപ്പോൾ വർഷമായിട്ട് പൊക്കിക്കൊണ്ട് വരാം, കല്യാണം കഴിയട്ടെ വരാം. എന്തായാലും ഊബർ വരട്ടെ ഗൈസ്, എന്നിട്ട് ഇറങ്ങാം. ഇന്നലെ ഉണ്ടല്ലോ ഗൈസ്, ഇന്നലത്തെ വീഡിയോയ്ക്ക് ഔട്ട്രോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വന്നിട്ട് ഫുൾ പ്രിപ്പറേഷനിലും പിന്നെ ക്ഷീണമായിപ്പോയി. എത്ര നാളെ പിന്നെ ചേട്ടാ ഞാൻ ഒരു ദിവസം ഇവിടെ രാത്രി കറക്റ്റായിട്ട് വന്നു കിടന്ന് ഉറങ്ങിയിട്ട്. എല്ലാ ദിവസവും ഷൂട്ടും കഴിഞ്ഞ് വ്ളോഗും കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കിടക്കും 10-12 മണിയാവും ഗൈസ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഊബർ ഇതാ വന്നിരിക്കുന്നു. അത് ഇവിടെ വളച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ടാറ്റ ബെന്നി ചേട്ടാ, ഞാൻ പോയിട്ട് വരാം ഗൈസ്. ഇനി പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കി പ്രിപ്പറേഷനൊക്കെ അവിടെ ഇരുന്നിട്ടാവാം. അപ്പോൾ പോയിട്ട് വരാം ബെന്നി ചേട്ടാ, ബൈ ബൈ. നേരെ ബ്രോ കമ്പനി പടി, ഞാൻ അങ്ങോട്ട് പോട്ടെ ഗൈസ്. താങ്ക് യു ബ്രോ. ഇത് ആരൊക്കെയായി വരുന്നേ? എടാ, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ കുറച്ചധികം ഇമ്പ്രൂവ്മെന്റ്സ് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മൾ കൊടുക്കുമെന്ന് അതിന് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇടിയിട്ടും കേട്ടാ. ഇത് എന്തുവാടാ വള്ളിക്കെട്ടും വലിച്ച് തലയെ കയറ്റിക്കൊണ്ട് വന്നേക്കണത്? വേമന ഇല്ലത്തെ വാമനൻ നമ്പൂതിരി പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പൊളിച്ചെടുക്കണം ഗൈസ്. ഞാൻ കാറിൽ ഇങ്ങോട്ട് വരണ വഴിക്ക് കംപ്ലീറ്റ് തരുൺ മൂർത്തിയെ കുറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കുറേ ഇൻട്രിഗിങ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പോഡ്കാസ്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ എനിക്കൊരു ബാക്ക് സ്റ്റോറി എനിക്കറിയാം. പുള്ളിക്കാരൻ എങ്ങനെ ഇവിടം വരെ എത്തി. പക്ഷെ തുടരുമിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ റേഞ്ച് തന്നെ മാറി. അപ്പോൾ ഒരു വാസ്റ്റ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് നമുക്കിന്ന് സംസാരിക്കാനായിട്ടുണ്ട്. ഇന്നലെ നമ്മളെ നാട്ടുകാർ പിള്ളേരെടുത്ത് സെറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരിവിടെ സെറ്റിട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. വിഷ്ണുവേ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നീ കണ്ടില്ലല്ലേ? നന്നായി നീ സംസാരിക്കാതിരിക്കാത്തത്. ഗൈസ്, നമുക്കുണ്ടല്ലോ ഇത് ഫോൾഡ് ചെയ്ത് മടക്കി ഇതിൽ ചെറിയ പാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. കംപ്ലീറ്റ്ലി ഈ സ്റ്റുഡിയോ നമ്മളൊന്ന് റീവാമ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഐഡിയ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഉടനെ കമ്മിങ് സൂൺ. ഇന്നത്തെ 2 പോഡ്കാസ്റ്റൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സ്റ്റുഡിയോ മാറാനാണ് സാധ്യത. ഞാൻ ഇരുന്ന് ബാക്കിയും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് മീ പ്രിപ്പയർ ഗൈസ്. തരുൺ ബ്രോ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ, എത്ര നാളായി ബ്രോ കണ്ടിട്ട്. സുഖമാണോ? ആണോ? ഹലോ, നൈസ് ടു മീറ്റ്. എന്താ നിന്റെ പേര്? ഇർവൺ. ഓ, ആരാ ഈ പേരിട്ടത്? അപ്പയാണോ ഇട്ടത്? എന്താ ബ്രോ പേരിന്റെ സീക്രട്ട്? ഓ, കിടിലം പേരടാ, മിടുക്കൻ. ഇത് ഹലോ, നൈസ്. ആണാ മക്കളെ, നീ ഇരിക്കൂടാ പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടോണ്ട്? ഇരിക്കൂല, അതല്ല കേട്ടോണ്ടിരുന്നോളൂ ഒന്ന്. ഓക്കെ, ഞങ്ങൾ പതുക്കെ അകത്തോട്ട് ചെലിക്കട്ടെ സുഹൃത്തുക്കളെ. പാടാ, എനിക്ക് പോഡ്കാസ്റ്റ് റൂമൊക്കെ കാണിച്ചു തരാം. ഇരുന്ന് സംസാരിച്ച് 2.25 മണിക്കൂർ. ഓ, സമ്മതിക്കണം കേട്ടാ. സിനിമയുടെ ലെങ്ത് ഇത്. എനിക്ക് അവന്റെ വേരിറങ്ങി മക്കളെ. കൊള്ളാടാ, ഇഷ്ടപ്പെട്ടാടാ. നീ എന്റെ ഇടയിൽ കൂടെ എന്തൊക്കെ പോയി തിന്നല്ലോ. നാരായണൻ കുട്ടിച്ചേട്ടൻ എന്താ എനിക്ക് വാങ്ങിച്ചു തന്നെ? ഓക്കെ, മിടുക്കൻ, പൊളിച്ചറ കുട്ടി. ആണാ? അയ്യോ, എന്നെ മറ്റേ അടുത്ത പടത്തിന്റെ PR വിളിച്ചോണ്ടിരിക്കുന്നു ബ്രോ. ഓക്കെ, നമുക്ക് പതുക്കെ ചലിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ബ്രോ. It was a really insightful. എന്താടാ മക്കളെ? ഏതാ നിന്റെ ഫേവറേറ്റ് അനിമേ? ഓ, എടാ അടിയടാ, ഹൈ ഫൈവ്.
ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ പടം തുടരും മാറി ഞാൻ ഇവന്റെ കൂടെ ആവുമെന്നാണ് തോന്നുന്നത്. ആണല്ലേ, ഇത് പറയാനാണല്ലേടാ മക്കളെ നീ വന്നത്. ചക്കരെ ഞാൻ നിനക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ എത്തിക്കൂടാ 1 പീസിന്റെ. ഓക്കെ, അടി ഹൈ ഫൈവ്. ഓക്കെ ബ്രോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഹ്യൂജ് ഇൻസൈറ്റ്. ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണോ ഈ വീഡിയോയ്ക്ക് മുന്നേ ആണോ പോഡ്കാസ്റ്റ് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഗൈസ്. 2.25 മണിക്കൂർ പ്യുവർ ഗോൾഡ് ആണ് എനിക്ക് കിട്ടിയത്. അതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബ്രോ, അടുത്ത പോഡ്കാസ്റ്റിൽ കാണുന്നതായിരിക്കും. ലവ് യു ടു ബ്രോ. പോയിട്ട് പോയോ. അടുത്തതിലോട്ട് കിടക്കട്ടെ ഗൈസ്. ഞാൻ കോളൊക്കെ വന്നെടുത്ത് 2.25 മണിക്കൂർ ഞാൻ ഫോൺ തൊട്ടിട്ടില്ല. അതിലോട്ട് കിടക്കട്ടെ ഗൈസ്. തരുൺ ബ്രോ പോയി. ഇത് ഞാൻ എന്തോന്ന് പറയൂടെ, ഇത് നീ തന്നെ പറ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ 3 ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതെ, 2 ക്ലോസും ഒരു വൈഡും. 2 ക്ലോസ് ഒരു വൈഡും. അപ്പൊ കാർത്തിക്കിന്റെ ടൈറ്റ് വെച്ചിരിക്കുന്ന ക്യാമറയുടെ കാർഡ് ഇത് റെക്കോർഡിങ്, അതായത് ഇവരെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവരെ അറിയിക്കാതെ ഇടയ്ക്ക് ഓരോ ക്യാമറ റെക്കോർഡിങ് കട്ട് ചെയ്താണ്. നീ അത് കാര്യം പറ. ഇതിന്റെ അകത്തുള്ള കാർഡ് അവ ഊരി ഇതിന്റെ അകത്ത് ഇട്ടിട്ട് ഇവിടെ ഇട്ട് ഫോർമാറ്റ് ചെയ്ത് കാർഡ് മാറിയപ്പോ ചേഞ്ച് ആയി പോയി. കാർത്തിക്കിന്റെ ഒരു ടൈറ്റ് 2 മണിക്കൂറോളം ഫുട്ടേജ് പോയി. അപ്പൊ ഇനി വൈഡും തരുൺ മൂർത്തിയുടെ ടൈറ്റും വെച്ചിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഓടിക്കേണ്ടി വരും. പ്രേക്ഷകരോട് ക്ഷമ പറയുന്നു, ആരും എന്നെ വഴക്ക് പറയരുത്. അല്ല, ആരും വഴക്ക് പറയുന്നത് എല്ലാവരും മനസ്സിൽ അഞ്ചിലേക്ക് സ്വാമി ഒന്നും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മുടെ അങ്ങനെ ഒരു സ്കീം പറ്റുന്നില്ല. എടാ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഗൈസ്. സോറി, അത്ര എനിക്ക് പറയാനുള്ളൂ. ആ കാർഡ് അത് തൽക്കാലം ഒരു വൈഡും ഒരു ക്ലോസും ആയിരിക്കും ഗൈസ് ഈ വീഡിയോക്കകത്ത് വരാൻ പോകുന്നത്. എൻ്റെ എന്തോ ഒരു എക്സ്പ്രഷനുകളാ മിസ്സായത്. അവസാനം എത്ര നേരം ഉണ്ട്? 6 മിനിറ്റ് ഉണ്ടല്ലേ? 6 മിനിറ്റ് മാത്രം. 7 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് എൻ്റെ ഫേസ് ക്ലോസിൽ കിട്ടും ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, അത് ചില സമയങ്ങളിൽ അത് വരും. എന്ത് പറയാൻ ഗൈസ്, കുഴപ്പമില്ല. എടേ, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേടാ. അടുത്തത് മുതൽ അവര് ശ്രദ്ധിക്കും. ഡേ, അടുത്ത പോലെ ശ്രദ്ധിക്കൂലേ? തീർച്ചയായിട്ടും. അതാരാ പുറകിലൊരു ആത്മാവ്. നോക്കും. പക്ഷെ അതിനകത്ത് ഓൾറെഡി അപ്പം ഒരു ഫയൽ ഇല്ലേ? റിക്കവർ ചെയ്ത് കിട്ടാനാ? നമുക്ക് ട്രൈ ഇല്ലെങ്കിലും നമുക്ക് നോക്കൂ. ആണോ? നോക്ക് ബ്രോ, നോക്ക്. ഓ, അത് ഒരൊറ്റ ഫയലാണ് ഗൈസ്. 2 മണിക്കൂർ ഒരൊറ്റ ക്ലിപ്പ് റെക്കോർഡിംഗ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ വെക്കും. പക്ഷെ ചാൻസ് വളരെ ഒരു 5% താഴെ ഉള്ളൂ. പക്ഷെ റിക്കവർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം റിക്കവർ ചെയ്തിട്ടുണ്ടടാ. വ്ളോഗ് ചെയ്ത് നമ്മള് അതൊരു 10-15 ഫയൽസ് ഉണ്ടായിരുന്നു. ഒറ്റ ഫയലാകുമ്പോൾ കിട്ടൂലേ? ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് ബെസ്റ്റ്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാർഡ് മാറിപ്പോയെന്നുള്ള കാര്യം മനസ്സിലായി. സാധാരണ ഇവനാണ് ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ ഒപ്പിച്ച് വെക്കാറുള്ളത്. ഗൈസ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത്. അത് എന്റെ ഉച്ചി തന്നെ വെച്ചേരണമായിരുന്നല്ലോടാ. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായാലും വരാൻ ലേറ്റ് ആകത്തില്ലേ? അപ്പം ലഞ്ച് എങ്ങനെ? ലഞ്ച് കഴിക്കാം, നമുക്ക് പുറത്ത് കഴിക്കാം. ഞാൻ വേറെ സജഷൻ പറയട്ടെ. കപ്പ് വെക്കാൻ 2 കുപ്പി വെച്ചിട്ട് കാർത്തിക് സെപ്പറേറ്റ് കുപ്പി വെച്ചേട്ടെ. അതായിരിക്കും കുറച്ച് ബെറ്റർ. ആ കുപ്പി അങ്ങ് ഇരുന്നു അവർക്ക് തന്നെ തുടർന്ന് കുടിക്കാന്നുണ്ടായിരിക്കും. ശരി. അടുത്തതില് നമ്മുടെ നരിവേട്ടയുടെ ഡയറക്ടറും ടോബി ബ്രോയുമാണ് പറഞ്ഞത്. അപ്പൊ നീ ഇപ്പൊ ഇരിക്കുന്നത് ഡയറക്ടറുടെ സീറ്റിലാണ്. ഈ പടം നീ എങ്ങനെ ഡയറക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു? ഞാൻ എങ്ങനെ ഡയറക്ട് ചെയ്യാം അതിന്റെ പെർസ്പെക്റ്റീവില്, അതായത് ഒരു നായകൻ എങ്ങനെയാണോ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ നായകന്റെ പെർസ്പെക്റ്റീവിൽ ഉൾക്കൊള്ളിക്കും. അത് പുള്ളിയൊക്കെ പറയും ഇന്നതാണ് ക്യാരക്ടർ, നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഒരു ഔട്ട്പുട്ട് വരുമല്ലോ. നിനക്ക് പടം എടുക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടോടാ? ഇല്ല, ഞാനിത് കേട്ടറിയുള്ളൂ. ഞാൻ 4 വർഷമായില്ല അവിടെ കിടന്ന് എല്ലാത്തിന്റെ കൂടുതലല്ലേ. അവിടെ ഒരു സമയത്ത് ക്യാമറ ടീം, ഒരു സമയത്ത് ആർട്ട് ടീം, ഒരു സമയത്ത് ഈ ടീം. എനിക്ക് വിഷമായി പോയി. അമ്മാരപ്പം ഇനിയിപ്പം ഈ എന്തെങ്കിലും അവത്തെ പറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേളിൽ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. കാരണം ജോബ് അതാണല്ലോ. മെഴുകാൻ വയ്യ. അത് പോയത് പോയി. 2 ആംഗിളുള്ള ഒരു വീഡിയോ പോഡ്കാസ്റ്റ് ആയിരിക്കും അത്. പക്ഷെ ഓഡിയോ പക്ക ആയിരിക്കും, അത് ഗ്യാരണ്ടി തരാം. എൻ്റെ ക്ലോസ് ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ ഗസ്റ്റ് ഉണ്ടല്ലോ, എന്നെ നിങ്ങൾ എപ്പോഴും കാണണമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇനി
ടോവി ബ്രോ വരാനായിട്ട് വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്തോ ചെറിയ എൻഗേജ്മെൻറ്റ് ഇടയ്ക്ക് വന്നു. അപ്പോൾ 1 മണിയായിപ്പോൾ ഒരു 5 മണിയെങ്കിലും ആവും പുള്ളി വരുമ്പോൾ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കിരുന്ന് പ്രിപ്പയറും ചെയ്ത് അടുത്ത ഫുഡും കഴിച്ച് ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. നാളെ നമുക്കൊരു ട്രിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, ഫുഡേജ് പോയതിൻ്റെ ചെറിയൊരു ഉൾവലിവ് ഗൈസ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ നല്ലൊരു ഊണ് കഴിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഉച്ചയായി, ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ പോവാം. മീൻചട്ടി എന്ന് പറഞ്ഞ ഏതോ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് അവനെ കൊണ്ടുപോകണത്. പോയൊരു നല്ല ഊണും പൊരിച്ച മീൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ വിഷമൊക്കെ അങ്ങ് മാറി കിട്ടും. ഇതാണ് ഗൈസ് മീൻചട്ടി. മേളിലാണാടാ? ആ അത് മീൻചട്ടി, അത് മീൻചട്ടി അല്ല സുഹൃത്തുക്കളെ, അത് വേറെന്തോ ചട്ടിയാണ്. ഓക്കെ, മീൻചട്ടിയിലോട്ട് പോവാം ഗൈസ്. ഭീകര തിരക്ക് കേട്ടോ ഇവിടെ. ഇതെന്തോ ഒരു വള്ളമൊക്കെ വന്നു നിന്ന് ഗൈസ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും. നമസ്കാരം, ചേട്ടനാണോ റെസ്റ്റോറൻറ്റ്? നൈസ് ടു മീറ്റ് യു. എന്താ സജസ്റ്റ് ചെയ്യുക? കുറച്ച് മതി കേട്ടോ. ഒരു കരിമീൻ പൊള്ളിച്ചത്, ഒരു പാൽക്കറി, ഒരു കുഞ്ഞ് മീൻ എന്തെങ്കിലും ഫ്രൈ തരുമോ? ഓ ആണോ? ഓക്കെ. ഇതെന്താ ഇത്? കുഞ്ചിപ്പൊടിയാണോ? ഉണക്കച്ചെമ്മീൻ. ഇത് കൊഴുവപ്പീര, ഇത് ഞണ്ടിന്റെ മീറ്റ് മാത്രം. ഇത് കക്ക, അത് കൂന്തല്, മറ്റേത് പ്രോൺസ്, ഇത് ഫ്രൈ ചെയ്ത മീറ്റ് മാത്രം. എല്ലാം ഫ്രഷ് സാധനമല്ലേ? ആണല്ലോ. ഇത് വേണോടാ കുട്ടികളൊക്കെ? ഉണക്കച്ചെമ്മീൻ എടുക്കട്ടാ? അതല്ല ഉണക്കച്ചെമ്മീൻ വേണോ? മറ്റേത് വേണേ എടുത്തോ നീ. ഫുഡിന് ഓർഡർ ചെയ്തിരുന്നപ്പം യൂട്യൂബിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിള്ളേർ ഹായ് പറയണ എല്ലാവരും. എന്താ യൂട്യൂബിൽ പറയണ്ട എനിക്ക്? ഒന്നുമില്ലേ? നാണം പറഞ്ഞ എനിക്ക് ആണോ? ഓ, ഞാൻ ഏത് ഷോയിലാണ് ആങ്കർ ചെയ്യണത്? നീ എന്ത് കണ്ടിട്ടാണ് ഫാൻ ആയത്? ഒരു ചിരി. ഓ, അത് കേട്ടാ മതിയടാ. ഉടപണമെന്ന് പറഞ്ഞില്ലല്ലോ അവൻ. ഓക്കെ, അപ്പോൾ പോയിട്ട് നോക്കണം. കഴിച്ചോ നിങ്ങളെല്ലാവരും? കൊള്ളാമോ ഫുഡൊക്കെ? ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ടു ആണോ? ആഹാ, എന്നാ എൻ്റെ റിവ്യൂ പറഞ്ഞ കേൾക്കട്ടെ. അതില്ല, റിവ്യൂ ഇല്ല കേസ്. നമുക്ക് ഫുഡ് കൊള്ളായിരുന്നു. ഹലോ, ഇതാരാ ഈ നടന്നു വരുന്ന ആരാ? അയ്യോ സുന്ദരി മോളെ, നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേസ്. എടാ മക്കളെടാ, ചാനലിന്റെ പേരെന്തുവാടാ എൻ്റെ? അതിപ്പോ പഠിച്ചു നീ? കൊറേ ദിവസമായ. എടാ ഉടായിപ്പേ, എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചോളൂ ചാനലിന്റെ പേരാന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേസ്. നീ കണ്ടിട്ടുണ്ടോ? ആണോ? എന്താ ഷോർട്സിൽ കാണാറുണ്ടോ? എന്താ ഷോർട്സിൽ കണ്ടിട്ടുള്ളത് നീ? മേലെടുത്തത്. അപ്പൊ അവൻ കണ്ടിട്ടുണ്ട് കേട്ടാ. അവൻ കള്ളം പറഞ്ഞല്ലോ. അഗ്നികാവ്യം മിടുകൈ, അടിപൊളി സെറ്റ്. ഇവിടെ എന്തോ ഇരിക്കണം. ശരി, ഇനി ഞാൻ കഴിക്കട്ടെ പിള്ളേരെ? ഓക്കെ ശരി. അപ്പൊ നെക്സ്റ്റ് മീറ്റ്. പിള്ളേർ പൊളിയാണ് കേസ്. ഉടമ്പണത്തിലെ ഡെയിൻ ഡേവിസ് ഉണ്ട്. പറഞ്ഞില്ല സത്യം, അത് ഭാഗ്യം. ചൂട് വന്ന് എന്റെ വയറിരുന്ന് കരയാണ് കേട്ടോ കേസ്. നോക്കിയ ഒരു സിമ്പിൾ ഊണാണ്. ഊണ് കുറച്ച് ചോറെടുത്ത് അവിയല്, ഇത് തോരൻ മെഴുക്ക് വരട്ടി, കുറച്ച് ചമ്മന്തി, അച്ചാറ്, പപ്പടം, പിന്നെ ഇത് നമ്മൾ മറ്റേ വാങ്ങിയ മുതുക്ക് മീന്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയണ കേട്ടോ. ഇതൊന്ന് സത്യം പറയാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്നുണ്ടെങ്കിൽ. അടുത്തോട്ട് കാണിച്ചാടാ. ഈ മീന് കുറച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിന് ഉണ്ടാക്കിയെടുത്തൊരു കറി. കൊഞ്ച് പൊരിച്ച മീനൊക്കെ ഉണ്ടെന്നോ? ഒരു ടേസ്റ്റ്. ഇത് നമുക്ക് ചോറായിട്ട് കഴിച്ചു നോക്കാം. ആദ്യം സാമ്പാർ എടുക്കുക, ചോറൊഴിക്കുക, കുഴയ്ക്കുക, കുറച്ച് അവിയൽ വെക്കുക, കുറച്ച് തോരൻ വെക്കുക, കുറച്ച് ചമ്മന്തി വെക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കൊഞ്ചിപ്പൊടി വേണമെങ്കിൽ ഒരു പൊടിക്ക് എടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് പൊരിച്ച മീൻ ഇങ്ങനെ അടത്തിയെടുത്ത് ഇതിനോട് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴയ്ക്കണം. കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉരുള കിട്ടും. ഉരുള എടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ് ആയി. ഊണും മീനും പോലെ ഈ ലോകത്ത് വേറെ ഒന്നിനും ടേസ്റ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മള് കരിമീൻ നേരത്തെ പൊള്ളിക്കാനായിട്ട് പറഞ്ഞു വിട്ടാണ്. ചൂടാ
ഫുൾ ടേസ്റ്റ്. ഇനി സമാധാനമായിട്ട് ഞാൻ ഊണ് കഴിക്കട്ടെ കേസ്. സംഭവങ്ങളൊക്കെ കൊള്ളാം, അത്യാവശ്യം ഡീസന്റ് ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് കഴിച്ചിറങ്ങി കേസ്. ഒരു കാരണവശാ അണ്ണൻ ബില്ല് വേണ്ടേ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ മറ്റേ കുറെ പിള്ളേരായിട്ടൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തില്ലേ, ആ കുട്ടികളുടെ അച്ഛനെ കണ്ട് ബില്ല് അടച്ചു എന്ന്. അപ്പൊ ഞാനാണെങ്കിൽ നിർബന്ധം പിടിച്ച് ആ അടച്ച ബില്ലിന്റെ ഒരു കോപ്പി എടുപ്പിച്ച് കഴിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് പറഞ്ഞത്. എനിക്ക് കരിമീൻ പൊള്ളിച്ചതിനായിരുന്നു ഏറ്റവും റേറ്റ് വന്നത് 560 രൂപ. സ്പെഷ്യൽ പാൽക്കറിക്ക് 220, നെയ്മീൻ പാൽ ഫ്രൈക്ക് 260, ഫ്രൈഡ് പ്രോൺസിന് 60, മീലിന് 80 വെച്ച് 2 എണ്ണം. ഇതാണ് കേസ്. എവിടെ ചെന്നാലും നിങ്ങളൊക്കെ കാണിക്കണ ഈ സ്നേഹം ഉണ്ടല്ലോ. ഐ ലവ് യു ഗൈസ്. ഇപ്പം മൈൻഡ് ഒന്നും ഇത് സെറ്റായി. പോയ ഫുട്ടേജ് പോട്ടെ ഗൈസ്. എൻ്റെ ഫേസല്ലേ പോയത്. തരുൺ റോഡ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലോസും വൈഡും വെച്ച് നമ്മൾ പിടിക്കുന്നതായിരിക്കും. ഇനി എങ്ങാനും അത് ബാക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ ഊട്ടി നമ്മളത് സെറ്റാക്കും. ഒരു മിനിറ്റ് ഇടതാ വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങ് പോയിട്ട് അത് ടാറ്റ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു. നല്ലൊരു ഗസറായിരുന്നു. ഞാൻ ഇത് ആരും ഇവിടെ നിർത്തി ഹോറടിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോട്ടെ, എന്നിട്ട് ടൊവിനോ ആയിട്ടുള്ള പോഡ്കാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഗൈസ് 1 മണിക്ക് വരൂ എന്ന് പറഞ്ഞ ടൊവി ഷിഫ്റ്റായി 5 മണിക്കായി. ഇപ്പൊ 5 മണിയായി. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അപ്പൊ എന്റെ ബ്രെയിൻ വീണ്ടും റീബൂട്ടായി ഗൈസ്. എന്നിട്ട് ഞാൻ കോസ്റ്റ്യൂം മാറി മുണ്ടിൽ നിന്ന് നേരെ ജീൻസിലും ഒരു ടുപ്പാക്കിന്റെ ഒരു ഡിസൈനുള്ള ഒരു ടീഷർട്ടിലും കയറി. ഇത് ദുബായി പോയപ്പോൾ പണ്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇനി ടോവി ബ്രോ വരും. ടോവി ബ്രോയുടെ അനുരാഗ് ബ്രോയും കൂടെ എത്തും. അവർ രണ്ടുപേരോട് ഒന്നിച്ചിരുത്തിയായിരിക്കും നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. വീണ്ടും ഗൈസ്, ഇവർ തമ്മിൽ എത്രത്തോളം കമ്പനിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഐഡിയ ഇല്ല. ടോവി ബ്രോ ഇൻഡസ്ട്രി ലീഡിങ് ആക്ടറാണ്. അനുരാഗ് ബ്രോ ഇൻഡസ്ട്രിയിൽ ഇഷ്ക് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്ത് ഇനി അടുത്തൊരു മൂവി ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടുത്ത മൂവിയാണിത് പുള്ളിയുടെ, നരിവേട്ട. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് സിങ്ക് ചെയ്ത് ഇമ്പോർട്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ആവാതെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം എന്തൊക്കെ ചെയ്യണം. എന്തായാലും അവർ വരട്ടെ ഗൈസ്. ലെറ്റ് മീ പ്രിപ്പയർ. വരട്ടെ. എന്താ അർജുനെ എന്നെ വിളിച്ചേ? സന്തോഷ വാർത്ത വല്ലതും ഉണ്ടോ? ഫയൽ റിക്കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ചിലപ്പോ നമുക്ക് ഫുൾ ഫയൽ തിരിച്ചു കിട്ടും. ചുമ്മാരി നോക്ക എന്റെ ഫേസിന്റെ ക്രോസ്. ഇതൊക്കെ എന്താ പ്രീമിയം ഫീച്ചേഴ്സ് ആണാ? വാങ്ങാൻ പോവേടാ. വാങ്ങി. യെസ്, കിട്ടുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കുംടാ. ഇതിപ്പം ടൊവിനോയുടെ പോഡ്കാസ്റ്റിന് ഞാൻ വീണ്ടും ഫുള്ളി പംപ്ഡായി ഗൈസ്. ഒരു സന്തോഷ വർത്താനം കേട്ടപ്പോ എന്തൊരു സന്തോഷം ആണല്ലേ. അവനും വിഷമം, എനിക്കും വിഷമം. കിട്ടി. ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കിട്ടി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ? 2 മണിക്കൂർ പോയില്ലേ? 2 മണിക്കൂർ അടുപ്പിച്ച് വീണ്ടും പോയിരിക്കുകയാണ്. ടോയ് ബ്രോ, അനുരാജ് ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പോഡ്കാസ്റ്റ്? എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് അതിരുകളില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. കംഫർട്ടബിൾ ആയിരുന്നില്ലേ? ചെറിയൊരു ജലദോഷം ടോയ് ബ്രോയ്ക്ക് ഉണ്ട്. ബട്ട് എന്നാലും അതൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു കേട്ടോ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മുടെ മൂവി ഇറങ്ങുന്നത് മെയ് 23. എനിക്കൊന്ന് ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മൂവി ഓൾറെഡി ഇറങ്ങി കാണും. അങ്ങനെയാണെങ്കിൽ മെയ് 23 ഇറങ്ങിയത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക അല്ലേ ബ്രോ? അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നരിവേട്ടയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു പൊങ്കാലയ്ക്കുള്ള ആളുണ്ട്, ഒരാൾ. അതെ, എല്ലാരും ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. ഓക്കെ, ബൈ. ഒതുക്കിട്ട് വരാം. ഈ വണ്ടി വളയ്ക്കാൻ പെടുന്ന പാട് മുതുക്ക് വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതിട്ട് വളയ്ക്കുന്ന കുറച്ച് പാടല്ലേ ബ്രോ? ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ഡയറക്ടറാണ് അനുരാജ് ബ്രോ. അടിപൊളിയായിരുന്നു. പിന്നെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നാമത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടെ. ഞാൻ മറ്റേ റീൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. 60 സെക്കൻഡ്സിന്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരുപാട് സന്തോഷം. പടം തീർച്ചയായിട്ടും നല്ലൊരു വിജയമായിട്ട് വരട്ടെ. ഓക്കെ, ഉറപ്പായിട്ടും. ഓക്കെ, വിജയിച്ച് നന്നായി വരുമ്പോൾ നമുക്കൊന്നുകൂടി ഒന്നുകൂടെ കാണാം. തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോ ഗൈസ്, എന്താ ടെർബോ ആക്റ്റീവ് ആയോ? ഇത് വളഞ്ഞു തീർന്നില്ലല്ലേ ഇത്രയും നേരമായിട്ട്? വലിയ ടാങ്കൊക്കെ വളയ്ക്കുന്ന പോലെ. ഓക്കെ. ഇനി ഓടിച്ചോ.
സന്ദീപ് കറക്റ്റ് ലുക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മലത്തി അടിക്കാനാ ഓംലെറ്റ് ആയത്. വാ വളച്ചോണ്ടിരിക്കണ അണ്ണന്റെ ടെൻഷനാണ് ഞാൻ ആലോചിക്കണത്. അങ്ങനെ ടോബി ബ്രോ പോവുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റാ. ഹലോ, നൈസ് ടു മീറ്റ് യു. ആരാ? ഹനാൻ. നൈസ് ടു മീറ്റ് യു ഹനാന്. ആണല്ലേ, അടിപൊളിയാടാ സെറ്റ്. എങ്ങനെയുണ്ടാ വണ്ടി? ഞാൻ വണ്ടി കാണാൻ വേണ്ടി വന്നു. ചുമ്മാരി അതിന്റെ അകത്തൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആണല്ലേ, കൂടുതൽ വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായി. എടാ ഇത് ഏത് വണ്ടിയാ? BMW XM. കിടിലൻ വണ്ടിയാണോ? ആ, എന്താ എന്റെ പ്രത്യേകത? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. മൈലേജ് ഉണ്ട് വണ്ടി. നല്ല മൈലേജ് ഉണ്ടോ? എത്ര? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്കറിയാം. എന്നാലും നല്ല മൈലേജ് ആണ് അല്ലേ? അടിപൊളി. എടാ മെമ്മറി കാർഡ് ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. എടാ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നടാ? എടാ അത് മറ്റേ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നടാ. സമയം തീർന്നു പ്രോഗ്രാം ഉണ്ടല്ലേ? അതെ ഗൈസ്, ഈ പോഡ്കാസ്റ്റിന് നമുക്ക് വേണ്ട ഒരേ ഒരു സാധനം എന്താണെന്ന് അറിയാവോ? സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡെപ്തായിട്ട് പല കാര്യങ്ങളുടെ ഉള്ളിലോട്ടും ഇറങ്ങിപ്പോയി പൂണ്ട് വിളയാടി നമുക്ക് പൊളിക്കാം. എനിക്കൊന്ന് ഇവിടെ നമ്മുടെ തന്നെ സന്ദീപിന്റെ പോഡ്കാസ്റ്റിന്റെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉടനെ വരുന്നതായിരിക്കും. എത്ര മണിക്കൂറുണ്ടോ ഇത്? അറിയില്ല ബ്രോ, നോക്കാം. ആണോ? നീ തുടങ്ങിയുള്ള? ആ നന്നായി. മറ്റന്നാളല്ലേ ഇത്? ഇപ്പൊ നോക്കിക്കോ. ആ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്ന വൈബായിരുന്ന? തുമ്മൽ ജലദോഷം ഉള്ളതിന്റെ ഒരു സൗണ്ട് നമുക്ക് കിട്ടുമല്ലോ എന്നാലും. ആ ഓക്കെ. മിക്കവാറും ഇത് ഈ സെറ്റിലെ ലാസ്റ്റ് ഷൂട്ടായിരിക്കും. കാരണം ഇനി വരാൻ പോണ പോഡ്കാസ്റ്റിൽ ഞാൻ സെറ്റ് ചേഞ്ച് ചെയ്യും മിക്കവാറും. കാരണം ഇപ്പൊ തന്നെ ഇത് ഫ്ലെക്സ് റിവേഴ്സ് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന എങ്ങാണ്ടാണെന്ന് തോന്നുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം മറ്റേ കണ്ട ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അതിൽ ക്രീസൊക്കെ വീണ് തുടങ്ങി. അപ്പോൾ ടച്ച് വുഡ് അടുത്ത നമ്മുടെ ഷൂട്ടിന് നമുക്ക് പുതിയൊരു സെറ്റ് ഇടാൻ പറ്റട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇത് കുറച്ചുകൂടെ ക്രീസായിട്ട് ഞാൻ പിന്നെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. എന്നാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി പതുക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഇറങ്ങട്ടെ. എന്താ അല്ല, നമുക്ക് ഇനി വരുന്ന പോഡ്കാസ്റ്റ് കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടില്ലായിട്ട് പോകും. ഏത് കൂടുതൽ സമയമല്ലേ? അതറിയാം. പക്ഷെ അത് കുഴപ്പമില്ല, അവർക്ക് ടൈം ഇല്ലാണ്ടായി പോയി. എന്നാലും നമ്മൾ 2 മണിക്കൂർ പോയല്ലേ? എടോ 2 മണിക്കൂർ, അത് 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പൊ അത് എന്റെ ഫോക്കസ് പോവാണ്. ഞാൻ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അത് മണത്തറിഞ്ഞാ. പക്ഷെ അതല്ല. അയ്യോ ഇല്ല, ഞാൻ മണത്തറിയൂല. ആണോ? 3-4 തവണ എണീറ്റ് വന്നു. അതിനിടയ്ക്ക് കുട്ടികൾ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കാൻ പോട്ടെ, നമുക്ക് എന്തെങ്കിലും ലാഗ് സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചിരുത്തിയാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ഇത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ ഇനി വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ടൈം വന്നു സംസാരിക്കുന്നത് തന്നെ വളരെ ഈസി ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സംസാരിക്കുക. എന്തായാലും നമ്മുടെ പോഡ്കാസ്റ്റ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ എഫർട്ട്. ഇത് നാളെ ഇറക്കാൻ പറ്റുവാടാ? ഇത് നാളെ മാക്സിമം നോക്കാം. അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം നല്ല സാധനം. വിത്തൗട്ട് ഷുഗർ ആണോ? വിത്തൗട്ട് ഷുഗർ. തണ്ണിമത്തൻ ജ്യൂസാണിത്. ഈ മണത്ത് തണ്ണിമത്തൻ ജ്യൂസാണ് ഗൈസ്. അത് ബൈ ദ ബൈ ഞാൻ കല്യാണം കഴിയുന്നവരെ ഇനി ആ ഒരു സൈഡിലോട്ട് തിരിയില്ല എന്നുള്ള തീരുമാനം എടുത്തു. കാരണം അച്ചു പറഞ്ഞു അതും കൂടെ ഇല്ലെങ്കിൽ ചേട്ടൻ്റെ വെയിറ്റ് സൈസും വയറും ഒക്കെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യണതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും, കുറച്ചുകൂടെ ഫിറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഫിറ്റിന് പകരം ഈ ഫിറ്റ് ചൂസ് ചെയ്തു സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി കല്യാണം കഴിയണോണ്ട് ഒരു കലാപരിപാടികളും ഇല്ല. ഞാൻ നല്ല കുട്ടിയാവുകയാണ്. കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം പറഞ്ഞാൽ 1 മാസം 1.5 മാസം കൂടി ടക്കരെന്ന് പറഞ്ഞു 2 ഷൂട്ട് 1 മാസം ഞാൻ നന്നായിരിക്കൂടാ. അല്ല പറഞ്ഞ സമയം പെട്ടെന്ന് പോയത്. അപ്പൊ ഇനി പതുക്കെ ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ. ഇന്ന് കണ്ണന്റെ പിപ്പിയുടെ വീട്ടിലാണ് സ്റ്റേ. നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വരാം. പോയിട്ട് ഞാൻ പിന്നെയും വന്നു ഗൈസ്. എന്താണ് നീ പറഞ്ഞത്? 1.5 മണിക്കൂർ നമുക്ക് തിരിച്ചു കിട്ടി. കുറച്ച് ഭാഗം എന്തായാലും പോയിട്ടുണ്ട്. എത്ര മണിക്കൂർ? 1/2 മണിക്കൂർ നോക്കണം, കറക്റ്റ് നോക്കേണ്ടി വരും. ഓക്കെ. എന്നാലും തമ്മിൽ അതെ എന്തെങ്കിലും കിട്ടിയല്ലോ. ഒന്നും എന്റെ ഒരു ഷോട്ടും ഇല്ലാതിരുന്നതിൽ നിന്ന് 1.5 മണിക്കൂറെങ്കിലും കിട്ടിയല്ലോ ഗൈസ്. ഓക്കെ, ഐ ആം താങ്ക്ഫുൾ. എന്തൊക്കെയാണ് ഈ ബിഹൈൻഡ് ദ സീൻസ് നടക്കണേ നിങ്ങൾ ആലോചിക്കണേ. ഓക്കെ, ഇനി ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. ഷൂട്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആരാ എന്നെ സ്വീകരിക്കാൻ വന്നതെന്ന് നോക്കൂ ഗൈസ്. എന്റെ ഏഞ്ചൽ തിരിച്ചെത്തിയേ. അയ്യോ ഐ മിസ്ഡ് യുടാ. AC ഒക്കെ സെറ്റായെന്നാണ് എൻ്റെ വിശ്വാസം. ടൊവി ആയിട്ടുള്ള പോഡ്കാസ്റ്റ് തീരാറായപ്പോഴാണ് സന്ദീപ് എത്തിയത്. കുട്ടിയെ ഇവിടെ ടാറ്റ, അടുത്തായിട്ട് വിളി കാണാം. സന്ദീപേ എടാ നന്നായിട്ട് പോയടാ. എങ്ങനെയുണ്ട് ഏഞ്ചൽ? തണുപ്പടിക്കുന്നു ഗൈസ്.
ഓ ഇപ്പൊ നല്ല കൂളിംഗ് ആയല്ലേ? എന്റെ പൊന്ന് ഗൈസ്, ഞാൻ അനുഭവിച്ച് AC-യുടെ അത് മീൻ കാറിനകത്ത് AC-യുടെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. വീട്ടിലെല്ലാം രസമായിട്ടിരിക്കല്ലേടാ? പിന്നെ അടിപൊളിയായിട്ട് പെയിന്റിങ് എല്ലാം തീരാറായി. ഓക്കെ എടാ, ഞാൻ നാളെ രാവിലെ ചെന്നൈക്ക് പോകും. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരുവനന്തപുരത്തായിരിക്കും ഫ്ലൈറ്റ് ഇറങ്ങണം. അപ്പൊ നീ വണ്ടി കൊണ്ടങ്ങ് വന്നോളൂ. ഓക്കെ സെറ്റ്. അപ്പൊ എടുത്തോ ഗൈസ്, ഞങ്ങള് കാക്കനാട് ബിബിംബ്രോയെ കാണാൻ പോവാണ്. ബിബിംബ്രോ അവിടെ ഒരു ഹോം തിയേറ്റർ, ബിബിംബ്രോയുടെ വീട്ടില് ഹോം തിയേറ്റർ ഇപ്പൊ ചെയ്ത ടീമിന്റെ വർക്ക് എനിക്കൊരു ഡെമോ ആയിട്ട് കാണിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ കാക്കനാട് പോയി ബിബിംബ്രോയെ കണ്ട് അതും കണ്ടിട്ട് പിന്നെ നമുക്ക് പുറത്തോട്ടിറങ്ങി ഫുഡ് കഴിക്കാൻ പോവാം ടീമുമായിട്ട്. ഓക്കെ. ഹലോ ബിബിംബ്രോ. ഞങ്ങള് സ്റ്റുഡിയോയിലല്ലാണ്ട് ആദ്യമായിട്ടാണ് അല്ലേ വ്ളോഗ്? അതെ, വ്ളോഗിലൊക്കെ ബിബിംബ്രോ അങ്ങനെ വന്നിട്ടേ ഇല്ല എന്റെ പുറത്തിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും ഞാൻ ബിബിംബ്രോ പറഞ്ഞ സാധനങ്ങളൊക്കെ തരുൺമൂർത്തിയുടെ അടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഒക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ. തരുൺമൂർത്തിക്ക് ഭയങ്കര സന്തോഷം ബിബിംബ്രോ എന്ന് പറഞ്ഞാൽ. തരുൺമൂർത്തി പടം ഇറങ്ങിയല്ലോ, അതായത് ആദ്യമായിട്ട് വിളിച്ച വിഷയമാണ് ബിബിംബ്രോ ആയിരുന്നു, ആദ്യത്തെ വിഷയം. അതുകൊണ്ട് പുള്ളിക്കാരത് മറക്കൂല. എനിക്കത് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് കാരണം അല്ലേ. അയ്യോ, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ പുള്ളി തിരക്കിൽ നിൽക്കാം, പുള്ളി അവിടെ ആളുകൾ കൂടി അഭിനന്ദന പ്രവാഹം അതിന്റെ ഇടയിൽ വിളിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുള്ള. അപ്പൊ പുള്ളി പറഞ്ഞു ബിബിനെ ഞാൻ ആളുകളുടെ അത് ആസ്വദിക്കണമല്ലോ പുള്ളി. അതെ 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 അതെ, എന്തായാലും ഭയങ്കര ഹാപ്പി പുള്ളി. ഈ ഡെപ്തിനെ പറ്റി എന്ത് പറഞ്ഞു സീന്റെ? ഡീറ്റെയിൽഡ് ആയിട്ട് ദി ബെസ്റ്റ് ചോദ്യം ഇടുന്നത് ഇന്റർവ്യൂ അല്ല പോഡ്കാസ്റ്റ്. എവിടെ നിന്ന് പറഞ്ഞ ഇന്റർവ്യൂ എന്ന് വാക്ക്? പോഡ്കാസ്റ്റില്ല. കാരണം പുള്ളിക്കാരൻ ഒരു 6 സെക്കൻഡിലത്തെ ഒരു ഷോട്ട് എടുക്കാൻ, ഇപ്പൊ ബിബിംബ്രോ പറഞ്ഞില്ലേ ലൈഫ് എങ്ങനെ വന്നു, അത് വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ബിബിംബ്രോ. എന്ന് പറഞ്ഞാൽ ഒരു 6 സെക്കൻഡ് ഷോട്ട് എടുക്കാൻ അതിൽ ഓരോ ക്യാരക്ടറിനെ കൊണ്ടും ഓരോ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പുള്ളിക്കാരൻ മനസ്സിലാലോചിച്ച കംപ്ലീറ്റ് പ്രോസസ്സ്. ഇത് എന്തായാലും കേട്ടു നോക്കണേ, കാരണം ബിബിംബ്രോയ്ക്ക് ആൻസർ ഇഷ്ടമാവും. അതിനി പോഡ്കാസ്റ്റിൽ കാണാം. ഇതിൽ നീ പറഞ്ഞ ഇതാകണ്ട. അല്ല ഇത് പറയല്ല, അത് കാണുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇത് തിയേറ്റർ നോക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, പോവാം. ഓ ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരുടെ അവിടെ പോയി ഡെമോ എടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓഫർ തരുന്ന എല്ലാവരുടേതും പോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറ്റ് ദ എൻഡിൽ ഏറ്റവും ബെസ്റ്റ് എടുത്തിട്ട് ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അത് ഏതാണെന്ന്. പക്ഷേ ഗൈസ്, ഈ ഓഡിയോ എക്യുപ്മെൻറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ വില കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഓഡിയോക്ക് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു തന്നെ. എടാ അടിപൊളിയല്ലായിരുന്നു അവിടെ രസമുണ്ടായിരുന്നു. നമ്മൾ അടിപൊളി. ഇനി നമുക്ക് നേരെ വൈറ്റിലോട്ട് പോകാം ഗൈസ്. അവിടെ സനുബ്രോയും ശരുവും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് കണ്ണൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ ആയിരിക്കും നമ്മൾ ചാച്ചാൻ പോകുന്നത്. എന്നിട്ട് രാവിലെ എന്നടാ 7:15 മുന്നേ എയർപോർട്ടിൽ കൊണ്ടാക്കണം. 7:45 ഫ്ലൈറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 6:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങണം. 6 മണിക്ക് റെഡിയാവും. ഓക്കെ, അത് റെഡിയാവും. വർക്കൗട്ട് എങ്ങനെയാണ് നാളെ അത് നമുക്ക് പ്ലാൻ ചെയ്യാം ഗൈസ്. എന്തായാലും ആദ്യം അവരെ പോയി കാണാം. ഹലോ സഹോദരങ്ങളെ, ഞാൻ ലേറ്റ് ആക്കിയില്ലല്ലോ അല്ലേ? വീണ്ടും നമ്മൾ കണ്ടുപിട്ടിരിക്കണം. കണ്ടോ ബ്രോ? അടാ അനന്തു, എന്താടാ വണ്ടി സെറ്റപ്പ് ആക്കി, AC ഒക്കെ സെറ്റാക്കി, സെറ്റായി. എന്റെ വണ്ടിയിൽ AC വന്നടി. നീ എങ്ങനെ പറഞ്ഞാടാ? അങ്ങനെ പറഞ്ഞില്ല, ചുമ്മാ പറയണ. സനുബ്രോ ഇല്ല. അയ്യോ വേണ്ട വ്ളോഗിൽ തെറി വിളിച്ചാ കുഴപ്പമില്ല. ഒരു മണിക്കൂറായിട്ട് വയറ്റില്ല. നീ എന്താടി നേരത്തെ വന്ന് സനുബ്രോ കമ്പനി കൊടുക്കാത്തത്? ആ ഇവള് പറഞ്ഞു ആണടാ, നീ വരാതെ അവള് വരൂലടാ. നിന്റെ ചങ്കും കരളുമാണ് അവള്. എന്താടി അങ്ങനെ ഒരു എക്സ്പ്രഷൻ? കഴിക്കാൻ കയറിയാലോ? അതെ 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 അതെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവള് മാറിപ്പോയല്ലേ? മറ്റേ ഡയലോഗ് അടി സാറേ ബ്രോ. കല്യാണം ആണല്ലേ? ഓ വാടാ അതോട്ട് കയറാം. നീ കഴിച്ചാടാ? എന്തിനും കഴിച്ചാ നീയാ? അപ്പൊ ആരാ ഇവിടെ കഴിക്കാത്തത്? ഞാൻ മാത്രമാണോ സുഹൃത്തുക്കളെ കഴിയും? ഹായ്, ഊഞ്ഞാൽ കസേര ഇല്ല 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അകത്തോട്ട് കയറാം. ഇത് ഏത് കടയടി? ഇത് ഫ്രൂട്ട് കോഫി പുതിയ കടയാണെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഉണ്ട് സ്ഥലം. ഇതാണെന്ന് തോന്നുന്നു ഗൈസ് കടയുടെ പേര്.
ഫ്രൂട്ട് കോഫി. നമുക്ക് ഇവിടെ ഇരിക്കാം. സുഹൃത്തുക്കളെ, സാനിബ്രോയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൊറിയൻ ഹീറ്റ് ഇൻഫ്യൂസ്ഡ് ചിക്കനും പിന്നെ ഷാരു വൈൽഡ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ. ഓ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് ആണോ? എന്നെ പറഞ്ഞത് കിടിലോന്ന് പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് വന്നത്. ആണല്ലേ? ഞാൻ ഫുഡ് കഴിച്ചു ഓൾറെഡി. നീ വിളിച്ചോണ്ട് ഇൻഫ്യൂസ് ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂറായിട്ട് ഞാൻ വീട്ടില്ല. പോസ്റ്റാണ് കോളത്തിലേക്ക് ഉണ്ടല്ലോ. ഇത് നിന്റെ ഞാൻ പോസ്റ്റാ. ഈ ചിക്കന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇത് കൊള്ളൂലെങ്കിലാണ് കൊള്ളായിരിക്കും സാനിബ്രോ. എന്തോ എന്റെ മനസ്സ് പറയണത് നല്ലതായിരിക്കും. നല്ലതായിരിക്കൂലേടി? ആണല്ലേ? നോക്കാം. അതെ, നമുക്ക് നോക്കാം. കേസ് വരട്ടെ. കേസ് നമ്മുടെ കൊറിയനും നമ്മുടെ ഹെർബ് ഇൻഫ്യൂസ്ഡും വന്നിട്ടുണ്ട്. ഓമ്പോ തീയിട്ട് ഞാൻ പൊട്ടിത്തെറിഞ്ഞു. ഓമ്പോ നെഗടിക്കാതെ പൊടി കഴിച്ച് അത് കത്തിച്ചോണ്ട് നിക്കണ മച്ചാൻ ദേവിയേ അനന്തു. അയ്യോന്ന് ബോളിവുഡ് പടമല്ല, അത്ര അടുത്തൊന്നും പോകണ്ട. ലെൻസ് കരിഞ്ഞു പോകുന്നത് കൊള്ളാൻ കേട്ടോ സംഭവം. ഒരു മൊത്തത്തിൽ പൊരിച്ചു തരുന്നുണ്ട്. ഇതെന്താ ബ്രോ, ഇത് സ്റ്റൈലാണോ ഇങ്ങനെ കത്തിക്കണത്? രണ്ട് പ്രിപ്പറേഷൻ ആണ്, എനർജിയാണ്. ഓ, സ്മോക്കി ഫ്ലേവർ കിട്ടുമല്ലേ? ടേസ്റ്റ് വ്യത്യാസം വരുമോ? എന്താടി എന്നാ ഷോ കാണിക്കാൻ പറ്റില്ലല്ലോ. എടി എന്റെ എന്റെ ഇതിന് ഒരു കൊറിയൻ ഇല്ല, എന്നാ ഞാൻ എടുക്കും. ഇങ്ങോട്ട് എടുത്ത് അടിക്കഴങ്ങ. ഓ പിഞ്ച് വന്നു കേട്ടാ. ഞാൻ കളിക്കാറുണ്ടല്ലോ, ഭയങ്കരമായിട്ട് പിഞ്ച് വന്നണ്ട. നോക്കിക്കോണേ. ഇതിന്റെ അടുത്ത് അന്യായ സോഫ്റ്റ് സാധനം കേട്ടാ. ഇങ്ങനെ പിഞ്ച് പോണു വയ്ക്കാത്ത നോക്കുമ്പോ കൊള്ളാം. പിഞ്ച് കോഴിയാണ്. ഹെർബ് ഇൻഫ്യൂസ്ഡ് ആണ്. രണ്ടും കണക്ക് തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫ്ലേവർ ആണെന്ന് വെച്ചല്ല, പക്ഷെ എന്നാലും കൊള്ളാം. നല്ല ചിക്കൻ, സോഫ്റ്റ് ആണ്, കഴിക്കാനൊക്കെ കൊള്ളാം. കഴിച്ചിട്ട് വരട്ടെ. ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ ഉണ്ടോ? കൊള്ളാം, നല്ല ടേസ്റ്റ്. ഉള്ളോ? കഴിച്ചു പോലുമില്ല. കഴിച്ചാടാ? ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് സാനി ബ്രോ? കുഴപ്പമില്ലല്ലേ? മസാലയും മുക്കുക. അതെ, ഇതല്ലേ ബെറ്റർ? എൻ്റെ അല്ലേ ബെറ്റർ? കേട്ടടി, കൊറിയനാണ് ബെറ്റർ. അവളുടെ ഒരു ഹെർബ് ഇൻഫ്യൂസ്ഡ് അവിയല് ബോഡി അങ്ങോട്ട് അല്ലേ? അല്ല, ഒന്നും കിട്ടണില്ല അതിനകത്ത്. ചിക്കന്റെ ഫ്ലേവർ ഉണ്ട് ഇത്, പക്ഷെ കുറച്ചുകൂടെ ഒരു കൊറിയൻ സ്പൈസിനെസ് വരുന്നു. ഓക്കെ, പ്രോപ്പർ ഇൻഫ്യൂസ്ഡ് ആണ്. അതെ, ഇത് കൊള്ളാം. അപ്പോൾ എൻ്റെ സെലക്ഷൻ സെറ്റായി സുഹൃത്തുക്കളെ. എനിക്ക് അറിയട്ടെ ഗൈസ്, ഇതാണ് ബില്ല് വന്നേക്കണത്. കൊറിയൻ ഹീറ്റ് ഇൻഫ്യൂസിന് 424 കേട്ടോ. ഈ ചിക്കൻ മറ്റേ ഹാഫിനൊക്കെ 424 ഇതൊക്കെയാണ് റേറ്റ്. റുമാലി റൊട്ടിക്ക് 25, ഗുവാവ ജ്യൂസിന് 129, വാനില മിൽക്ക് ഷേക്കിന് അയ്യോ ഇതിന് മൊത്തത്തിൽ 1666 ബില്ല്. കണ്ണം ബ്രോ, നമ്മള് എന്റെ ബാച്ചിലർ പാർട്ടിക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഇവളെ കൊണ്ടുപോകണം. ഞാൻ വരും. ഇവൻ എന്നോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എനിക്കൊരു എന്നെ പെണ്ണായിട്ട് കണ്ടില്ല, ഒരു ആൺകുട്ടിയായിട്ടാണ് കണ്ടേക്കണത്, ഇവന്റെ ഒരു അനിയനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരാം. കൊണ്ടുപോകണോ കണ്ണം ബ്രോ? കാരണം നമ്മൾ പറയും, അതെ അതെ, ഇവള് വന്നു കഴിഞ്ഞാൽ ഒരു ഏണിയാണ്. ഞാനല്ലേ നല്ല നിങ്ങൾ പറഞ്ഞാ എന്നെ കൊണ്ട്. എന്നാലേടി നീ എന്നെ ചേട്ടാന്നൊന്ന് വിളിച്ചേ. എനിക്ക് ഒരു കുഴപ്പമില്ല നിന്നെ ചേട്ടന്ന് വിളിച്ച് അങ്ങനെ. പക്ഷെ എനിക്ക് നിന്നോട് ഇത്ര വൈബില് നല്ല. പക്ഷെ നിന്റെ വായിന്നൊന്ന് കേക്കണം. ഞാൻ കേക്കട്ടെ, എനിക്ക് കേക്കാൻ പറ്റുന്നില്ല. ഇല്ലടാ, ന്യായമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഭൂരിപക്ഷം നോക്കണം. അതെ, ഇവിടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കൈവെക്കും. അനന്ത്, എടാ എന്നെ അവള് ചേട്ടാന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ബാച്ചലർ ട്രിപ്പിനെ അവളെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാം. അനന്തും അങ്ങനെ സമ്മതിക്കില്ല. കാരണം അനന്തുന്റെ ഫ്രണ്ട്സിനൊക്കെ ചേച്ചി വിളിക്കാറ്, ചേട്ടൻ വിളിക്കാം. കാരണം എടാ നമുക്ക് ഇത്രയും ഇങ്ങനെ ബഹുമാനം തടി പട്ടി ഇങ്ങനെ വർത്താനം, നമുക്ക് വൈബ് വർത്താനങ്ങളൊന്നും പറയാൻ പറ്റില്ല. ചേട്ടനായി കഴിഞ്ഞാൽ പിന്നെ ബഹുമാനം വരും. എന്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻ എനിക്ക് എന്തോ കേൾക്കാൻ ഒരു ആഗ്രഹം. വേണ്ട, ഞാൻ വന്നോളാം. ഇല്ല, എന്നെ കൊണ്ടുപോരാ. ഒരു എടാ
പോടാന്ന് വെച്ചാൽ ഫ്രണ്ട് ആവണേന്റെ ആ ഒരു രസം. ചേട്ടാ കാർത്തികേട്ടാ ചെയ്ത ഗംഗയില്ല ചേട്ടനായിട്ട് അനിയത്തിക്കുട്ടിയേട്ടത് മതി. അനിയത്തിയായിട്ടുള്ളതുകൊണ്ട് എന്നാലും കേൾക്കാൻ ഒരാഗ്രഹമല്ലേ കണ്ടോ. അതെ എന്റെ ഇവിടെ ഒരു ചൊറിച്ചില് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ നല്ലതായിരിക്കും. അതെ ഒന്ന് ചേട്ടാന്ന് വിളിച്ചാൽ നല്ലതായിരിക്കും. അതെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഒരു ചേട്ടാ നല്ലതായിരിക്കും. അപ്പൊ പിന്നെ കൊണ്ടുപോകണ്ടല്ലേ കേട്ടോ. കൊണ്ടുപോകണ്ട. ഓക്കെ സെറ്റ്. എനിക്ക് ഫ്രണ്ട് ആയിട്ടിരുന്ന കേൾക്കണില്ല. ഇവര് കുശും പാട്ടോ. ഞാൻ ഇവന്റെ വലയത്തിലുള്ള സുഹൃത്ത് വലയത്തിലുള്ള എല്ലാരും ഞാൻ കണ്ണൻ ചേട്ടാ ചേട്ടാ ഇങ്ങനെ വിളിക്കും ഞാൻ. അതിന് നിനക്ക് എന്താ നിന്നെയും ചേട്ടൻ വിളിക്കണ ഞാൻ വേണ്ടേ കണ്ടോ. ഒരു വിളി കേൾക്കാൻ ഒരാഗ്രഹമല്ലേ നമുക്ക്. അത് ഞാൻ ഹമ്പിളിനെ കാർത്തികേട്ടാന്ന് വിളിക്കുമ്പോ നീ കേട്ടോ. ആ കാർത്തികേട്ടൊന്ന് ഒന്ന് റെസ്പെക്റ്റോട് കൂടി വിളിച്ചേ. ഫോണ് വിളിച്ചിട്ട് കേൾപ്പിച്ചത് അപ്പൊ അവളെ കൊണ്ടുപോണില്ല കണ്ണം ബ്രോ. നമ്മള് പോകും ചില്ലടിക്കും. അപ്പൊ അതിന് പോകുമ്പോ ചിലപ്പം മറ്റേ സംഭവം ചിലപ്പോ മാറ്റി കിട്ടും. പക്ഷെ എന്നാലും ചിലപ്പോ നമ്മള് ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ ഗോവയ്ക്കാണ് നമ്മള് ഉദ്ദേശിച്ചോണ്ടിരിക്കണത്. നീ ആര് ആലോചിച്ച് നോക്കി. നിങ്ങളൊക്കെ വന്നിണെങ്കിൽ നിങ്ങളൊരു അമ്മേനെ പോലെ കാക്കാൻ ഞാൻ വേണ്ടേ? ഞങ്ങൾക്ക് അമ്മയൊന്നും വേണ്ട. പിന്നെ ഗോവയ്ക്ക് പോകുമ്പോഴാണ് അമ്മയെ കൊണ്ടുപോകണം അല്ലേ. പിന്നെ അമ്മ പറയോടി നിന്നെ മിസ് ചെയ്തെന്ന് പറയാം. അങ്ങനെ പറയണ ശരിയല്ലല്ലോ. അതിന് മുന്നേ ഞാൻ അറിഞ്ഞു വരാം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മിസ്സിംഗ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ മറ്റേ കുമ്പളങ്ങ നൈസില നീ എന്നെ നൈസായിട്ടൊന്ന് ചേട്ടാന്ന് വിളിച്ചേ. ഞാൻ മറ്റേ സജിയായി സജി. അയ്യേ കേട്ടിട്ടല്ലേ ഒരുമാതിരി. എന്നെ നീ അതൊരു റെസ്പെക്റ്റോടുകൂടി വിളിയടി പട്ടി. അയ്യേ അതെ എടാ ഒരു 10 രൂപ എടുത്താ തുട്ടിട്ട് കൊടുത്ത് ഇവിടെ പറഞ്ഞു വിട്ടിട്ട് കൊടുത്ത്. സനിബ്രോ അവിടെ സനുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. എന്നെ ചേട്ടാന്ന് വിളിച്ച് കേട്ടോ. ഫോട്ടോഷൂട്ടിന്റെ നൂതന വർഷങ്ങൾ പറഞ്ഞു ആണാ എന്നെ ചേട്ടാന്ന് വിളിച്ച്. എന്നെ വിളിച്ചോളെ എല്ലാരെയും വിളിക്കുന്നുണ്ട്. വലിയ കാര്യം. ഒരു വൃത്തികെട്ട ചേട്ടാ വിളിയാണ്. എനിക്കത് ഇഷ്ടപ്പെടുന്നു. ചിലപ്പോ തോന്നുന്നതായിരിക്കും. പിച്ചക്കാര് വന്ന് വിളിക്കുന്നതൊക്കെ ചിലപ്പോ ചെറ്റാന്നായിരിക്കും വിളിക്കുന്നത്. സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട്. മതി മതി ചേട്ടാന്ന് വിളിച്ചത് ചേട്ടാ. ചില റോബോട്ട് ആൻഡ്രോയിഡിനൊക്കെ പ്രോഗ്രാം ചെയ്ത് ചേട്ടാ ചേട്ടാ. ഓക്കെ നമുക്ക് ഇനി വേണമെന്ന് ആലോചിക്കാം അല്ലേ കണ്ണം ബ്രോ. മതി മതി മതി. അപ്പ് ഞാൻ പൊക്കോട്ടെ. ഐ കുറ്റം സത്യം. ഇവളൊരുമാതിരി നമ്മളെ ആക്കണ രീതിയിലുള്ള ചേട്ടാവിളി കണ്ണം ബ്രോ. ഇതല്ല കേസ്. എനിക്ക് റെസ്പെക്റ്റോട് കൂടി ഒരു ചേട്ടാവിളി വന്ന് അതെ അതാണ്. എന്നാലും ഒരു നാട്ടിലെ ചെറ്റത്തരങ്ങളൊക്കെ പറയാനായിട്ട് ഓക്കെ നമ്മൾ ആലോചിക്കാം നിന്നെ കൊണ്ടുപോകുന്ന കാര്യം. പക്ഷെ ആലോചിക്കും ഞങ്ങള്. ഇതുവരെ മനസ്സിലെ ഒരു ഗോവ ട്രിപ്പ് ഇങ്ങനെ ഉണ്ട് കേസ്. നമ്മളെല്ലാം ഗാങ് ആയിട്ട് പോയി നീ പോയിട്ടുണ്ടോ ഗോവയില്? ഓ കണ്ണമ്പ്ര പോയിട്ടുണ്ടോ ഗോവയില്? ആ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. എങ്ങനെ അറിയാം അഞ്ജന ബീച്ച്? പിന്നെ മറ്റേ പരാ റോഡ്, ഇങ്ങനെ തെങ്ങൊക്കെയുള്ള റോഡ്. നീ ഗോവയുടെ റിസർച്ച് നടത്തിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നാടിന്റെ പക്ക അതല്ലേ നിങ്ങൾ പോകണം. എനിക്ക് വിഷമം. അല്ലെങ്കിൽ എനിക്ക് എന്താ ഞാൻ പോയിട്ടില്ലാത്ത നിങ്ങൾ പോകണുണ്ടോ എനിക്ക് വിഷമം. തെങ്ങുള്ള റോഡ്. അയ്യോ എന്തായാലും ഓക്കെ ഗൈസ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങട്ടെ. ഇന്ന് കണ്ണൻ്റെ അവിടെ പോയിട്ട് വേണം കിടന്നുറങ്ങാൻ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകണം. 7 മണിക്ക് എയർപോർട്ട് എത്തണം. 7:45 ഫ്ലൈറ്റിന് 7 മണിക്ക് എത്തിയാൽ ചേട്ടാ നീ തന്നെ ആണാടി ചെറ്റേ നീ വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കത് തീരെ അങ്ങോട്ട് സൂഹിക്കണില്ല. ഓക്കെ ഓക്കെ ശരി. ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ ഗൈസ്. കണ്ണം ബ്രോ അടുത്ത വരവിനാണ്.
ഞാൻ കണ്ടപ്പോഴാണ് മിസ് ചെയ്തത്. ബൈ ഗൈസ്, ഞാൻ അങ്ങ് പോയിട്ട് വരാം. ഗൈസ്, വണ്ടി നന്നാക്കി കിട്ടി. ഞാൻ ഇപ്പോഴാണ് ബില്ല് കാണുന്നത് കേട്ടോ. 43,967 രൂപ. എന്റെ പള്ളി. ഒരു AC കംപ്രസർ മൊത്തം മാറി അല്ലേടാ? വേറെ ആ സെറ്റോട് കൂടി മാറിയതിന് ഇത്രയായല്ലേ? ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണ കേസ്, അതുകൊണ്ടുള്ളതുകൊണ്ട് മാത്രം. കാരണം ഈ മാസം നമ്മളെ നോർമൽ 1 ലക്ഷത്തിന്റെ സർവീസിന് നല്ലൊരു എമൗണ്ട്. അതിന് 34,000 രൂപ കാണും. 35,000 രൂപ നോർമൽ ഫുൾ 1 ലക്ഷത്തിന്റെ കംപ്ലീറ്റ് സർവീസ് ചെയ്ത് ഇറക്കി ഒരാഴ്ച ആയപ്പോഴാണ് അല്ല 2 ദിവസം ആയപ്പോഴത്തേക്ക് AC യുടെ കംപ്രസർ അടിച്ചു പോയി. പക്ഷെ ഇത് ചെക്ക് ചെയ്യണേൽ അറിയാൻ പറ്റൂലേടാ? ചെക്ക് ചെയ്യണേല് ഇത് നോർമലി സംഭവിക്കണം. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അപൂർവമായിട്ട് വരുന്ന കംപ്ലൈന്റ് ആണല്ലേ? അപൂർവമായിട്ട് വരുന്ന മാരക രോഗം എന്റെ ഏഞ്ചലിന് തന്നെ വന്നെന്നുള്ളതാണ് കോമഡി. അവര് പറയണത് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇതൊന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മള് കാർത്തിക സമയദോഷം കൊണ്ട് അതെ, നല്ലതാ സുഹൃത്തുക്കളെ. കാരണം ഒറ്റയടിക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു 41 രൂപ അങ്ങ് പോയി. കുഴപ്പമില്ല, അത് നമ്മളെ വണ്ടിക്ക് വേണ്ടിയല്ലേ ഗൈസ്. നമ്മളെ വണ്ടി നമ്മളെ എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിക്കണതാണ്. അപൂർവങ്ങളിലായിട്ടാണ് ഇത്രയും കുറെ അപൂർവങ്ങളാവുന്നുണ്ട് പറയുന്നത്. ഇങ്ങനെ 1 ലക്ഷം കിലോമീറ്റർ 3.5 വർഷമൊക്കെ കൊണ്ട് വണ്ടി ഓടുന്നതല്ലേ? മാക്സിമം കൂടിപ്പോയ ഒരു 60,000-70,000 കിലോമീറ്റർ ഒക്കെ ഇങ്ങനത്തെ നോർമലി ഉള്ള ഓട്ടോ. പക്ഷെ നമ്മള് നോർമൽ ഓട്ടോ അല്ലല്ലോ ഗൈസ്, നമ്മൾ ഷട്ടിൽ ഓട്ടോ അല്ലേ അങ്ങറ്റ ഇങ്ങറ്റ. വ്ളോഗ് എടുക്കുന്നതിനും ഓട്ടത്തിനും അനുസരിച്ച് നമുക്ക് ചെലവുണ്ട് ഗൈസ്. ഇപ്പൊ ഏഞ്ചല് പോവാത്ത സ്ഥലങ്ങളില്ല. അതെ, നമ്മള് ഈ നാട് മൊത്തം ഓടിക്കുന്നതാണ്. നമ്മളെ പൊന്നു പോലെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഏഞ്ചലിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അപ്പം റെക്ടിഫൈ ചെയ്തു. എന്ത് സാധനം വന്നാലും അത് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഉള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റിപ്ലേസ് ചെയ്തേ പോയിട്ടുള്ളൂ. ഇന്ന് വരെ നല്ല തങ്കക്കുടം പോലെയാണുള്ള കൊണ്ട് കിടക്കുന്നത്. അപ്പം ഇനി കണ്ണൻ അങ്ങോട്ട് പോകും. അവനെ വിളിച്ച് അവൻ മറ്റേ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേക്കണം കൈസ്. 6 മണിക്ക് 6:30 ഇറങ്ങിയാൽ മതിയാടാ. 7:30 7 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഓ, അരമണിക്കൂർ കുറച്ച് ടൈറ്റ് ആയി. നമുക്ക് നമ്മൾ രാവിലെ നോക്കാം ഗൈസ്. എന്തായാലും ഇനിയിപ്പോൾ കണ്ണൻ അങ്ങോട്ട് പോട്ടെ. ഞങ്ങളെത്തി ഗൈസ്, ഞങ്ങളെത്തി. അന്ധകാരത്തിൽ നിന്നും നടന്നു വരുന്ന ആ കിഴങ്ങാണ് എൻ്റെ സോദരൻ കണ്ണൻ. എടാ, പാതിരാത്രിയായിട്ടേടാ. അയ്യോ, കാണാൻ പോലും ഇല്ലടാ കണ്ണാൻ നിന്നെ. കിട്ടി. എടാ, പാതിരാത്രിയായിട്ട് നിനക്ക് ഉറങ്ങിക്കൂടെടാ കിഴങ്ങ്? അതെ, എൻ്റെ ഒരു നൻപനുണ്ട്. ആര്? അവിടെ ഒരു ബീപ്പ് ഇട്ടാ പാതിരാത്രി കയറി വന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം, ഒരു ഇടം വേണോ. പോയി കിടന്നുറങ്ങിക്കോ. കൊച്ചൊക്കെ ഉറങ്ങിയാടാ? ഓക്കെ, കിടന്നുറങ്ങട്ടെ ഗൈസ്. ഓ, ഇത് ഷുണ്ടുവിന്റെ റൂമാടാ. റൂമിൽ ഇരിച്ചിട്ടൊന്നും ഇല്ല. അതൊക്കെ കുഴപ്പമില്ല. എടാ, രാവിലെ പോകും കേട്ടോ. നീ എഴുതിക്കോ അപ്പം 6 മണിക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഭയങ്കര ഒരു തിരക്കുള്ള ദിവസമായിരുന്നു. ഒരു 4 മണിക്കൂർ ഉറങ്ങിയിട്ട് നാളത്തെ പരിപാടികൾ തുടങ്ങാം. നമുക്ക് ചെന്നൈക്ക് പോകണം. ചിലപ്പോൾ ചെന്നൈ വ്ളോഗ് ഇത് ഇറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷമാണ് ഞാൻ ചെന്നൈക്ക് പോയത്.